ആത്രേയി 2025 പ്രൗഢഗംഭീരമായ തുടക്കം. 7 ദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. MI ട്രെയിനിംഗ് കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് 344 സംഘടിപ്പിക്കുന്ന 7 ദിന സഹവാസ ക്യാമ്പ് ആത്രേയി 2025 പൊന്നാനി MES കോളേജിൽ പ്രൗഢഗംഭീരമായ തുടക്കം. യുവത ഗ്രാമതയുടെ സമഗ്രതയ്ക്കു വേണ്ടി എന്ന മുഖ്യപ്രമേയത്തിൽ ഊന്നിയുള്ള ക്യാമ്പ് ഭിന്നശേഷി വിഭാഗക്കാരുടെ ക്ഷേമം, സ്ത്രീ ശാക്തീകരണം എന്നിവയിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഡിസംബർ 24 നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ TK അഷ്റഫ് മുഖ്യാതിഥിയായി. MI ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നൌഫൽ P അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ അമീൻ ഫാറൂഖ് സ്വാഗതം ആശംസിച്ചു. വിവിധ വാർഡ് കൗൺസിലർമാരും PTA പ്രതിനിധികളും ചടങ്ങിൽ ആശംസകൾ നേർന്നു. NSS കോർഡിനേറ്റർ നന്ദന M ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ക്യാമ്പ് അംഗങ്ങൾക്കായി വിജ്ഞാനപ്രദമായ 4 ഓറിയേഷൻ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ആദ്യ സെക്ഷനിൽ NSS സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ അബ്ദുൽ ജബ്ബാർ അഹമ്മദ് NSS ഓറിയേഷൻ ക്ലാസിന് നേതൃത്വം നൽകി. രണ്ടാമത്തെ സെക്ഷനിൽ മീഡിയ പേഴ്സണും ടെക് എഡ്യൂക്കേറ്ററുമായ TM ധനേഷ് കൃഷ്ണ ഗൈഡ് ലൈൻസ് ഓൺ ഡോക്യുമെന്റേഷൻ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. തുടർന്ന് നടന്ന മൂന്നാം സെക്ഷനിൽ നരിമിത്ര എന്ന പേരിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാരെ ശാക്തീകരിക്കുന്നതിനായുള്ള പ്രത്യേക പരിപാടി നടന്നു. പ്രമുഖ സൈക്കോളജിസ്റ്റും മാനസിൽ ഫൗണ്ടറുമായ സിത്താര M അലി ഇതിന് നേതൃത്വം നൽകി. നാലാമത്തെ സെക്ഷനിൽ പ്രമുഖ ഗായിക ഇസ്രത് സബ നൈസ മ്യൂസിക് നൈറ്റും തുടർന്ന് വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികളോടെ ആഘോഷിച്ച ക്യാമ്പിന്റെ 1ാം ദിനം ക്രിസ്തുമസ് ആഘോഷങ്ങളോടെയാണ് സമാപിച്ചത്. ക്യാമ്പിന്റെ 2ാം ദിനത്തിൽ പരിസ്ഥിതി സംരക്ഷണവും തീരദേശ സുരക്ഷയും ലക്ഷ്യമിട്ട് പൊന്നാനി ബീച്ചിൽ 100ഓളം മരത്തൈകൾ നട്ടുപിടിപ്പിച്ചു. കോളേജിന്റെ സപ്തദിന സഹവാസ ക്യാമ്പായ ആത്രേയി 2025 ഭാഗമായി ഹരിത കേരള മിഷനുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. യുവാക്കൾ ഗ്രാമത്തിന്റെ സമഗ്ര വികസനത്തിനായി എന്ന സന്ദേശം മുൻനിർത്തിയാണ് വിദ്യാർത്ഥികൾ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായത്. തീരദേശ മേഖലയുടെ സുരക്ഷ മുൻനിർത്തി ബോളി വിൻസ്, വെസ്റ്റ് മറൈൻസ് എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് മരത്തൈകൾ നട്ടത്. ഉങ്ങു, കുമിഴ്, ഞാവൽ, ആര്യവേപ്പ്, നിർമരുത് തുടങ്ങിയ തീരദേശത്തെ മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുന്നതും തണലേകുന്നതുമായ വൃക്ഷങ്ങളാണ് പദ്ധതിക്കായി തെരഞ്ഞെടുത്തത്. ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ കുൽസു പനമ്പാടൻ തൈകൾ നട്ടുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഒഴുകുന്ന ലക്ഷ്യബോധം, സേവനത്തിൽ അടിയുറച്ച മനസ്സ് എന്ന ആപ്തവാക്യത്തോടെ നടന്ന ഈ പ്രവർത്തനം തീരദേശത്തെ കടലാക്രമണങ്ങളിൽ നിന്നും മണ്ണൊലിപ്പിൽ നിന്നും സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതിനും വരും തലമുറയ്ക്കായി ഹരിതാഭ നിലനിർത്തുന്നതിനും ഇത്തരം കൂട്ടായ പരിശ്രമങ്ങൾ അത്യാവശ്യമാണെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. NSS വോളണ്ടിയർമാരും കോളേജ് അധികൃതരും പ്രദേശവാസികളും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു. ആഘോഷങ്ങൾ വരവായി. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൻഹ ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു. വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ, എത്നിക് കളക്ഷനുകൾ, മോഡസ്റ്റ് വെയറുകൾ, കിഡ്സ് കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ. സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക്. ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ, തിരൂർ.